എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു വഴുതനങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വഴുതനങ്ങ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ റെഡിയാക്കി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പകുതി തക്കാളി, ചെറിയ തക്കാളിയാണ് വേണ്ടത്, പക്ഷേ തക്കാളി വലുതായതുകൊണ്ട് പകുതി എടുത്തു. പിന്നെ നിലക്കടല 2 ടേബിൾ സ്പൂൺ, മല്ലി 1 ടേബിൾ സ്പൂണിൻ്റെ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തു. 3 ചുവന്ന മുളക് എടുത്തു. പിന്നെ ജീരകം 1 ടീസ്പൂൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 1, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ 2 ടേബിൾ സ്പൂണിലും ഇത്തിരി കൂടുതലുണ്ട്. തേങ്ങ ഇത്ര അധികം ഇഷ്ടമല്ലെങ്കിൽ കുറയ്ക്കുക. പിന്നെ ഒരു വലിയ സവാള, വലിയതല്ല കുറച്ച് ചെറിയൊരു സവാള, അതിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കണം. പീസസായി കട്ട് ചെയ്ത വഴുതനങ്ങ വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുക. ചൂടായി കഴിഞ്ഞു, കുറച്ച് നെയ്യിടുക അതിലേക്ക്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇടുക. ആദ്യം മല്ലി ഇടുക, ഉള്ളി, കടല ഫ്രൈ ചെയ്ത കടലയല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകണം. എല്ലാം ഇടുക, എല്ലാ സാധനങ്ങളും ഇടുക. എല്ലാവരും ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. നന്നായി വഴണ്ട് കിട്ടാൻ കുറച്ചും കൂടി എണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. വളരെ കുറച്ച് മതി. അത് മറ്റേ റിഫൈൻഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. കുറച്ചും കൂടി ഒഴിച്ച് നന്നായി ഒന്നും കൂടി ബ്രൗൺ ആണ്. തേങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പരട്ടി വയ്ക്കുക. ഇത് എന്നിട്ട് ഫ്രൈ ചെയ്യണം, എന്നാലാണ് ആ കറിക്ക് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മസാല ഒരു മിക്സിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയെടുക്കാം. മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം അരച്ചെടുക്കും. എണ്ണ ഒഴിച്ച് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുക. വേറെ പാത്രങ്ങൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴുകാൻ ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അതുകൊണ്ട് ഒരു ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, വലിയ ചീഞ്ചട്ടിയിലും വലുതെടുക്കാൻ മതി. ഇത് വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചല്ലേ ഉള്ളൂ വഴുതനങ്ങ. നന്നായി ഫ്രൈ ആകട്ടെ. ഈ എണ്ണ നമുക്ക് മാറ്റണം. ഇത്ര എണ്ണയൊന്നും ആവശ്യമില്ല കറിക്ക്. ഇതിലിങ്ങനെ ഫ്രൈ ആയിട്ട് കുറച്ച് ഉപ്പിട്ട് പരത്തി വെച്ചിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിൽ തന്നെ ഇട്ടാൽ മതി, നമ്മൾ വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ അത് മിക്സ് ആയിക്കോളും. ഒരു കളറ് കണ്ടോ, നല്ലൊരു കളറ് വന്നു. കുറച്ച് നേരം ഫ്രൈ ആവും. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാം, വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ പാത്രം നമുക്ക് സെർവ് ചെയ്യാനും ഈ പാത്രം തന്നെയാണ് എടുക്കേണ്ടത്. വഴുതനങ്ങ ഫ്രൈ റെഡിയായി. മസാല നന്നായി അരച്ചു. അതേ പാനിലേക്ക് തന്നെ ഇടുക. ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെക്കുക. മസാല ഒന്ന് ഇതാവട്ടെ.
നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വഴുതനങ്ങ ഇടാം. നന്നായി ഫ്രൈ ആയ മസാലയിലേക്ക് നമുക്ക് എടുക്കാം. ഇത്ര ഫ്രൈ ആയാൽ മതി. മറ്റേത് ആദ്യം ഒരു ഫ്രൈ നടന്നിട്ടുണ്ടല്ലോ. അപ്പം വറുത്തെടുത്ത വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഈ കറി ചപ്പാത്തിക്കാണ് ഒന്നും കൂടി നന്നായിരിക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ ചോറിന് എടുക്കുകയാണ്. ഒരു ചേഞ്ച് അല്ലേ. എപ്പോഴും നമ്മളുടെ കറികൾ കഴിക്കുന്നതിനെക്കാട്ടും ഇതൊരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു കറി. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഉപ്പൊക്കെ ഇടുക. ഉപ്പ് പാകമാണോ നോക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഇടുക. നന്നായി തിളയ്ക്കാൻ വിടുക. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില ഇട്ടിട്ട് അരിഞ്ഞെടുക്കാം. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഒരു നിലക്കടല അരച്ചതുകൊണ്ട് ഒരു വേറെ ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിനും നന്നായിരിക്കും. തിളയ്ക്കുന്നുണ്ട്. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. കൂടുതൽ വഴുതിരിങ്ങ വേണമെങ്കിൽ ഇടാം. ഇവിടെ ഇപ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടൊന്ന് ഉണ്ടാക്കാം വിചാരിച്ചു. ഈ ഒരു ചീഞ്ചട്ടിയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. വേറെ പാത്രങ്ങൾ എടുത്തിട്ടേ ഇല്ല. അധികം എളുപ്പപ്പണികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ വേഗം നമുക്ക് പണി തീർത്തിട്ട് പോവാം അടുക്കളയിൽ നിന്ന്. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡിയായി. ഇത് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ഇഡ്ഡലി, ഈവൻ ദോശ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. എന്നാലും ആ നിലക്കടലയിട്ട് അരച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഈ കറി.